KPCC പ്രസിഡന്റായിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കേരളത്തിൽ നിയമിതനാകുന്ന സമയത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ കേരളം നോക്കിക്കണ്ടത്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ വേണ്ടി സാധിക്കത്തില്ല. അദ്ദേഹവും പ്രതിപക്ഷ നേതാവുമായിട്ട് വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കാതെ വരുന്ന സമയത്ത് അവിടെ കയറി പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്നൊരു വലിയ പരാതിയുണ്ട്. കേരളത്തിലിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്, UDFന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ UDF കൺവീനർക്കോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനോ ഒന്നും യാതൊരുവിധ വാല്യൂ ഇല്ല അല്ലെങ്കിൽ വിലയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. VD സതീശനെ സംബന്ധിച്ച് VD സതീശന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവൃത്തി മൂലം BJP വലിയൊരു ശക്തിയായിട്ട് മറ്റൊരു സൈഡിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടി എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. നമസ്കാരം. KPCC പ്രസിഡന്റ് രാജിവെക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താ? KPCC പ്രസിഡന്റായിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കേരളത്തിൽ നിയമിതനാകുന്ന സമയത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ കേരളം നോക്കിക്കണ്ടത്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നോക്കിക്കണ്ടത്. കാരണം അദ്ദേഹം ആദ്യ ദിവസങ്ങളിലൊക്കെ പത്രക്കാരോട് നടത്തിയ പ്രസ്താവനകളൊക്കെ വളരെ പക്വമായ പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അങ്ങ് കഴിഞ്ഞതോടുകൂടി നാക്കുപിഴകളുടെ ഒരു ബഹളമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഡിസംബർ 11 രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം നമ്മളുടെ അതിജീവിതയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പ്രസ്താവന, കാരണം ഒരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ പിറകിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പോയതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മൾ അന്വേഷിക്കുന്ന സമയത്തും അറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹവും പ്രതിപക്ഷ നേതാവുമായിട്ട് വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം രാജിക്ക് തന്നെ തയ്യാറാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ K. സുധാകരൻ MPയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KPCC ഓഫീസിൽ, അതായത് ഇന്ദിരാഭവനിൽ ഒരു പ്രസിഡന്റ് വേണം എന്നുള്ള ഒരു നിലപാട് വെച്ചിട്ടാണ്. പക്ഷേ ഇന്ദിരാഭവനിൽ ഇപ്പോഴും പ്രസിഡന്റ് സ്ഥിരമായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഈ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് പ്രസിഡന്റ് തന്നെ വേണം. അവിടെ വർക്കിംഗ് പ്രസിഡന്റ് കയറി ഇരുന്നിട്ടോ അതല്ലെങ്കിൽ അവിടെ വന്നിട്ട് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി അവിടെ വന്നിരുന്നിട്ടോ കാര്യമൊന്നുമില്ല. അവിടെ KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് KPCC പ്രസിഡന്റ് തന്നെ വേണം. അപ്പോൾ ഈ KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കാതെ വരുന്ന സമയത്ത് അവിടെ കയറി പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്നൊരു വലിയ പരാതിയുണ്ട്. കേരളത്തിലിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്, UDFന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ UDF കൺവീനർക്കോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനോ ഒന്നും യാതൊരുവിധ വാല്യൂ ഇല്ല അല്ലെങ്കിൽ വിലയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമല്ല സണ്ണി ജോസഫ് രാജി മുഴക്കിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില നീക്കുപോക്കുകൾ, ഈ നീക്കുപോക്കുകളിൽ ശക്തമായ ഒരു എതിർപ്പ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള UDFനെ സംബന്ധിച്ചിട്ട് UDF നേടിയ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു മേൽക്കൈ എന്ന് പറയുന്നത് അത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ആ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ അതേ രീതിയിൽ തന്നെ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് BJPയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ BJPയുമായിട്ട് ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 കോൺഗ്രസ് മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു സ്വതന്ത്രന് വേണ്ടിയിട്ട് BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അതിനെ പോലും ന്യായീകരിച്ചുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നൊരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഞാനൊന്ന് ചോദിച്ചു കൊണ്ടിരുന്നത് 8 പേര് BJP കൗൺസിലർമാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ഇതൊരു സത്യമല്ലേ? ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിക്കുമോ? അല്ലെങ്കിൽ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിക്കുമോ? എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് 8 കോൺഗ്രസ്സുകാർ തന്നെ ആയിട്ടുണ്ടെന്ന്. അവർ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് വെള്ളപ്പേപ്പർ എഴുതി കൊടുത്തിരുന്നു. കോടികൾ വാങ്ങി എന്നുള്ള ആരോപണവും ഉയർന്നു വന്നിരുന്നു. DCC നേതൃത്വത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകളെ പിന്നെ വീണ്ടും അവർ കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ VD സതീശനും BJP ആയിട്ടുള്ള ബന്ധം എന്താണോ? VD സതീശൻ അറിയാതെ ഏതൊക്കെയാലും ഒരു പഞ്ചായത്തിൽ 8 പഞ്ചായത്ത് മെമ്പർമാർ ഒരുമിച്ച് BJPയുമായിട്ട് ചേർന്നൊരു പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കുമോ? അവിടെയുള്ള CPMനോടുള്ള എതിർപ്പ്, CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ അത്രയും ഒന്നും പ്രശ്നക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ ഒരു ചിന്താഗതി അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
കേരളത്തിന്റെ ചിന്താഗതി അനുസരിച്ചിട്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പാർട്ടിയാണ് BJP എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. അതല്ലെങ്കിൽ VD സതീശൻ പറയണം BJPയെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നു, അവരൊരു മതേതര ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ BJPയുമായിട്ടും കൂടി ചില നീക്കുപോക്കുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു CPM ആണ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാവണ്ടേ? ഇത് പ്രഖ്യാപിക്കാതെ അന്തർധാര ഉണ്ടാക്കുക BJPയുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? BJPയോടൊപ്പം ചേർന്ന് സ്വതന്ത്രൻ വോട്ട് ചെയ്ത, അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ആളുകളെ ഇന്നലെ VD സതീശൻ ന്യായീകരിച്ച് കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് VD സതീശൻ എന്ന്. ഈ VD സതീശന്റെ ഈ പ്രസ്താവനയിലും അതോടൊപ്പം തന്നെ ഈ ഒരു വർഗീയ കൂട്ടുകെട്ടിലും വളരെ വലിയൊരു അതൃപ്തിയാണ് സണ്ണി ജോസഫിനുള്ളത്. സണ്ണി ജോസഫിന് മാത്രമല്ല ഉള്ളത്, മറ്റു പല KPCC ഭാരവാഹികൾക്കും ഉണ്ട്. ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്ന കോൺഗ്രസ് ജന്മദിനാഘോഷ ചടങ്ങുണ്ട്. അവിടെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജനഗണമന എന്നുള്ള ദേശീയ ഗാനം അവിടെ ആലപിച്ചത് തെറ്റായിട്ടാണ്. പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് കാണാപ്പാടം പഠിച്ചിട്ടാണ് യുവമാരെല്ലാവരും കൂടെ പാർലമെന്റിന് മുമ്പിൽ പോയിരുന്നിട്ട് പാടിയത്. അതിന്റെ ഒരു കുറച്ച് സമയം ഈ ജനഗണമന പഠിക്കാനായിട്ട് എടുത്തിരുന്നുവെങ്കിൽ അത് തെറ്റത്തില്ലായിരുന്നു. പണ്ടൊരു പ്രാവശ്യം പാലോട് രവി ഇത് പാടി കുളവാക്കിയതാണ്. കാരണം ദേശീയ ഗാനത്തിന്റെ വക്താക്കളാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ്സുകാരാണ് ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനത്തിൽ ആ ജനഗണമന തന്നെ പാടി നാണം കെട്ട് തലയിൽ മുണ്ടിട്ടിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ ജന്മദിനാഘോഷത്തിൽ KPCC പ്രസിഡന്റ് എവിടെയായിരുന്നു? ഒരുപക്ഷെ പറഞ്ഞേക്കാം KPCC പ്രസിഡന്റ് മറ്റു പരിപാടികളുമായി തിരക്കായിട്ട് കണ്ണൂരായിരുന്നു, അതല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ കോൺഗ്രസിന്റെ ജന്മദിനമൊക്കെ മറന്നുപോകുന്ന ഒരു KPCC പ്രസിഡന്റോ ഡിസംബർ 28 എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ജന്മദിനമാണെന്നും അന്നേ ദിവസം ഇന്ദിരാഭവനിൽ കൊടി ഉയർത്തണമെന്നും ആഗ്രഹമില്ലേ ഈ KPCC പ്രസിഡന്റിന്? സ്വാതന്ത്ര്യ ദിനത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ജന്മദിനത്തിലും പതാക ഉയർത്തുന്ന, കൊടി ഉയർത്തുന്ന ഒരു ചടങ്ങില്ലേ? ആ ചടങ്ങിന് KPCC അധ്യക്ഷൻ ഇന്ദിരാഭവന്റെ തിരുമുറ്റത്ത് ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് വരാണ്ടിരുന്നത്? ആ വരാണ്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം VD സതീശനുമായിട്ടുള്ള പ്രതിഷേധമാണ്. എനിക്ക് തോന്നുന്നു 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മാത്രമാണ് പങ്കെടുത്തത്. മറ്റു 2 വർക്കിംഗ് പ്രസിഡന്റുമാർ വിട്ടുനിന്നു. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കന്മാർ വിട്ടുനിന്നു. എനിക്കൊന്ന് VD സതീശൻ വരെ ഇന്നലത്തെ പ്രോഗ്രാമിന് വന്നിട്ടില്ല. K മുരളീധരൻ പങ്കെടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും VD സതീശനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് VD സതീശനും വേണ്ട ഇന്ദിരാഭവൻ, അതോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ദിരാഭവനിലേക്ക് പോകാതിരിക്കുന്നതിന് കാരണവും VD സതീശനാണ്. പറഞ്ഞാൽ മനസ്സിലായി. കാരണം VD സതീശന് വേണ്ട ഇന്ദിരാഭവൻ. VD സതീശനെ സംബന്ധിച്ച് VD സതീശന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. KPCC രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ടില്ല, KPCC കമ്മിറ്റി കൂടിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തി. 50% സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് ഞങ്ങൾ സംവരണം ചെയ്യാൻ പോവുകയാണെന്ന്. പിന്നെ എന്തിനാണെന്ന് നോക്കുകുത്തിയായിട്ട് റബ്ബർ സ്റ്റാമ്പായിട്ട് ഒരു KPCC പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത്? KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവെന്നാക്കിയാൽ പോരെ? എന്തിനാണ് സണ്ണി ജോസഫിനെ പോലെയുള്ള ഒരാളെ പിടിച്ച KPCC പ്രസിഡന്റിനെ കസേരയിലിരുത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നത്? ജാതി സമവാക്യങ്ങൾ ഇതാവാൻ വേണ്ടിയിട്ടാണോ? ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണോ? 2026 തെരഞ്ഞെടുപ്പിൽ ഈ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഈ സ്വരച്ചേർച്ചയില്ലായ്മ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കാൻ സാധ്യത. അല്ല, ജനങ്ങളെ സംബന്ധിച്ചിട്ട് അതൊന്നും ഒരു പ്രശ്നമാവത്തില്ല. അതൊക്കെ VD സതീശന് നന്നായിട്ട് അറിയാം. ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജനങ്ങൾ തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിലാണ് VD സതീശനുള്ളത്. പക്ഷെ ആ ഓവർ കോൺഫിഡൻസ് ഒക്കെ തകർന്നു വീഴാനായിട്ട് എത്ര മണിക്കൂറുകൾ വേണമെന്ന് VD സതീശൻ തന്നെ ആലോചിക്കണം. VD സതീശൻ ഒരു സിംഗിൾ ഇതിലേക്ക് മാറുകയാണ്. VD സതീശൻ പറയുന്നത് ഞാൻ മാത്രം മതി നേതാവായിട്ട്, ബാക്കി എല്ലാവരും എൻ്റെ അണികളായിട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. സണ്ണി ജോസഫിനെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ശരിക്കുള്ള ഇൻസൾട്ട് അല്ലേ? KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ട തീരുമാനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്താ അടിസ്ഥാനമുള്ളത്? ഒരു അടിസ്ഥാനം വേണ്ടേ? ഇപ്പം ജനങ്ങളിൽ നിന്നൊക്കെ കാര്യങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇവർ പ്രകടന പത്രിക ഉണ്ടാക്കാൻ പോകുന്നൊക്കെ UDF പറയുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ VD സതീശൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വരും. ചില ഉട്ടോപ്യൻ തത്വശാസ്ത്രമൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരും. അതിന് KPCC പ്രസിഡന്റ് നിന്ന് കൊടുക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹം രാജിക്കൊരുങ്ങിയിട്ടുള്ളത്. എല്ലാ കോൺഗ്രസ്സുകാരുടെ ഒറ്റക്കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാ മാസവും KPCC പ്രസിഡന്റിനെ വെക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. ഇപ്പോൾ നിലവിലുള്ള KPCC പ്രസിഡന്റിന് അദ്ദേഹത്തിന് വേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളുമൊക്കെ എല്ലാവരും കൊടുക്കാൻ തയ്യാറാവണം.
KPCC പ്രസിഡന്റ് എന്നും KPCC പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവ് എന്നും പ്രതിപക്ഷ നേതാവാണ്, വർക്കിംഗ് പ്രസിഡന്റുമാരെന്നും വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അതുകൊണ്ട് KPCC പ്രസിഡന്റിൻ്റെ പണി KPCC പ്രസിഡന്റ് ചെയ്യട്ടെ, പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ പണി ചെയ്യട്ടെ. അതല്ലെങ്കിൽ സണ്ണി ജോസഫിൻ്റെ രാജി കൂടി പുറത്തേക്ക് വന്നിട്ട് ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ടാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ത് കാണിച്ചാലും പൊതുജനം UDF അങ്ങോട്ട് വോട്ട് ചെയ്ത് കളയും എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവൃത്തി മൂലം BJP വലിയൊരു ശക്തിയായിട്ട് മറ്റൊരു സൈഡിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടി എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ.